എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ 2 റാലികൾ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തേജസ്വി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ എൻ.ഡി.എ നിതീഷ് കുമാറിനെ പ്രഖ്യാപിക്കുമോ എന്നുറ്റുനോക്കുകയാണ് ബീഹാർ രാഷ്ട്രീയം. മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക 28-ന് പുറത്തിറക്കാനാണ് സാധ്യത. വി.ആർ. കാർത്തിക് വിവരങ്ങൾ നൽകും. അതിനു മുമ്പ് പ്രധാനമന്ത്രി ബീഹാറിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോവുക. പ്രധാനമന്ത്രി ബീഹാറിൽ എത്തി. അവിടെ അല്പസമയത്തിനകം 2 റാലികളിലായിട്ടാണ് പങ്കെടുക്കുക. പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ സന്ദർശനമാണ്. വി.ആർ. കാർത്തിക് എങ്ങനെ നരേന്ദ്രമോദി പ്രധാന പ്രചാരണത്തിനായി എത്തുകയാണ് ബീഹാറിൽ. അവിടെ രാഷ്ട്രീയ കളം മാറുകയാണ്. നിതീഷ് കുമാറിൻ്റെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അത്തരമൊരു ഒരു ചാൻസ് പ്രതീക്ഷിക്കാമോ? ഈ മണിക്കൂറിൽ ബീഹാർ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ചോദ്യം അതുതന്നെയാണ്. അതിനുത്തരം അല്പസമയത്തിനകം സമസ്തിപൂരിൽ പ്രധാനമന്ത്രി റാലിയെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി ബീഹാറിൽ എൻ.ഡി.എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിനെ പ്രഖ്യാപിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം കർപ്പൂരി ഠാക്കൂറിൻ്റെ ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ പ്രചരണത്തിന് തുടക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹം കർപ്പൂരി ഠാക്കൂറിൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. നമുക്കറിയാം, ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവും ഒക്കെ ആയ കർപ്പൂരി ഠാക്കൂറിൻ്റെ ഗ്രാമത്തിൽ നിന്നാണ് ഈ പ്രചരണത്തിന് മോഡി തുടക്കം കുറിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും പിന്നോക്ക വോട്ടുകളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴും പിന്നോക്ക വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് മോദി അവിടെ നിന്ന് പ്രചരണം ആരംഭിച്ചത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇന്ന് 2 റാലികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുക. ഒന്ന് സമസ്തിപൂരിലും അതിനുശേഷം ബഗുസറായിലും. ഈ 2 റാലികളിലും ഒറ്റുനോക്കുന്നത് ഏത് തരത്തിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തിയാണ് എൻ.ഡി.എ അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ സെക്കൻഡ് ഫേസിന് തുടക്കം കുറിക്കുന്നത് എന്നതാണ്. കഴിഞ്ഞ ദിവസം അശോക് ഗെഹ്ലോട്ട് മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വിയെ ഉയർത്തിക്കാട്ടിയിരുന്നു. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ മഹാസഖ്യം മുന്നോട്ട് വെച്ച ചോദ്യം എൻ.ഡി.എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിനെ പ്രഖ്യാപിക്കുമോ, ആരാണ് എൻ.ഡി.എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചിരുന്നു. നേരത്തെ തന്നെ എൻ.ഡി.എയുടെ നേതാക്കൾ അണിയറയിൽ പല ഘട്ടങ്ങളിലും നിതീഷ് കുമാർ നയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി മുഖ്യമന്ത്രിയാകും മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരിക്കും എന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. ആ ഘട്ടത്തിൽ ഇത്തരം ഒരു മഹാസഖ്യം ഇത്തരം ഒരു വിമർശനം മുന്നോട്ട് വെച്ച ഘട്ടത്തിൽ എന്തായിരിക്കും മോഡിയുടെ മറുപടി? സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ബി.ജെ.പിയുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ മോഡി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഏത് തരത്തിലുള്ള ടാക്ടിക്സാണ് എടുക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു. തേജസ്വിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടന്ന ഈ യോഗത്തിൽ സ്വാഭാവികമായും RJDയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാകും നരേന്ദ്രമോദി ഉന്നയിക്കുക എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ RJDയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങളായിരുന്നു ഉന്നയിച്ചത്. 15 വർഷത്തോളം ലാലു പ്രസാദ് യാദവ് ബീഹാർ ഭരിച്ചിട്ടും വികസനം ഉണ്ടായില്ല, ആ നാളുകൾ ബീഹാറിലെ ജനങ്ങൾ മറക്കില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. സ്വാഭാവികമായും അതിൻ്റെ തുടർച്ചയെന്നോണം അല്പസമയത്തിനകം പൊതു റാലിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ RJDയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ തന്നെയാകുമോ ഉന്നയിക്കുക? അതോടൊപ്പം മഹാസഖ്യം മുന്നോട്ട് വെച്ച ചോദ്യം ആരാകും എൻ.ഡി.എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമോ? ഇതൊക്കെയാണ് ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് BJPക്ക് എത്രത്തോളം നിർണായകമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര നേതാക്കളുടെ സജീവ സാന്നിധ്യം. പ്രത്യേകിച്ച് ഇന്ന് മോദി ബീഹാറിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കർപ്പൂരി ഠാക്കൂറിൻ്റെ നാട്ടിൽ നിന്ന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷാ ബീഹാറിൽ സജീവമാണ്, ഇന്നും അദ്ദേഹം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ JP നഡ്ഡ കഴിഞ്ഞ ദിവസം 2 മണ്ഡലങ്ങളിൽ സംസാരിച്ചിരുന്നു. അങ്ങനെ ദേശീയ നേതാക്കളെ പരമാവധി രംഗത്തിറക്കി ബീഹാർ പിടിക്കുക തന്നെയാണ് എൻ.ഡി.എ ലക്ഷ്യമിടുന്നത്. മറുവശത്ത് ആദ്യഘട്ടത്തിൽ ഉണ്ടായ അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്ന തിടുക്കത്തിലാണ് മഹാസഖ്യം ക്യാമ്പ്. അതിലെ ഏറ്റവും നിർണായക ഘട്ടമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. കാരണം സീറ്റ് വിഭജനം സംബന്ധിച്ച ആദ്യഘട്ടം മുതൽ തന്നെ മഹാസഖ്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാനാണ് തേജസ്വിയെ ഔദ്യോഗികമായി ഉയർത്തിക്കാട്ടി ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് തന്നെ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. 2 ആഴ്ച മാത്രമാണ് ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഇന്ന് പ്രചരണം ഒരു പുതിയ ഫേസിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും വാക്പോര് ഇന്നു മുതൽ നേതാക്കൾ തമ്മിലുണ്ടാകും. ചൂടേറിയ ചർച്ചാ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടാകും. ഏതൊക്കെ ചർച്ചാ വിഷയങ്ങളായിരിക്കും ഉയർത്തിക്കൊണ്ട് മോഡി വരിക? സ്വാഭാവികമായും വികസനം അതിലുണ്ടാകും, RJD ഭരണകാലത്തെ അഴിമതി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മേൽ ഏൽപ്പിച്ച കഠിനഭാരം അതിനെ സ്വാഭാവികമായും നിതീഷ് കുമാറിൻ്റെ കാലഘട്ടവുമായി കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാവും മോദിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. എന്തായാലും ഏവരും ഉറ്റുനോക്കുന്ന കാര്യങ്ങളിൽ പ്രധാനം
NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കൂടി പങ്കെടുക്കുന്ന വേദിയിൽ മോദി പ്രഖ്യാപിക്കുമോ എന്നതാണ്. നേരത്തെ സീറ്റ് വിഭജന ഘട്ടത്തിലടക്കം ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. BJP-യേക്കാൾ ഒരു സീറ്റെങ്കിലും അധികം വേണം എന്നൊരു നിലപാട് JDU-വിനുണ്ടായിരുന്നു. പക്ഷേ BJP 101 സീറ്റുകളിൽ, അതോടൊപ്പം തന്നെ JDU-യും 101 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ സീറ്റ് വിഭജന കാര്യത്തിലടക്കം തന്നെ അസ്വാരസ്യങ്ങൾ അണിയറയിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും വലിയ തോതിൽ പരസ്യമായി പുറത്ത് വന്നില്ല. എങ്കിലും ഈ ഘട്ടത്തിൽ ഇന്ന് അല്പസമയത്തിനകം പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുമ്പോൾ നിതീഷ് കുമാർ അടക്കമുള്ളവരുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പദം അടക്കമുള്ളവരുടെ കാര്യങ്ങളിൽ എന്ത് നിലപാട് മോഡി സ്വീകരിക്കും എന്നാണ് ബീഹാർ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് നിതീഷ് കുമാറിന്റെ പേര് അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് അറിയേണ്ടത്. ഇനി കാർത്തിക്, ഇനി മഹാസഖ്യത്തിൽ ആശയക്കുഴപ്പങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിച്ചു. ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം തന്നെ ഉണ്ടായിരുന്നു. JMM, അതോടൊപ്പം തന്നെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അത് അടക്കമുള്ളവർ സീറ്റ് വിഭജന കാര്യത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് രംഗത്ത് വന്ന ഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അസ്വാരസ്യങ്ങൾ ഉണ്ട്. പല സീറ്റുകളിലും സൗഹൃദ മത്സരം നിലനിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ മഹാസഖ്യത്തിൻ്റെ ക്യാമ്പിലുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുതന്നെയാണ് ആ പരിക്കുകൾ പരിഹരിക്കാൻ കഴിഞ്ഞ ദിവസം അശോക് ഗെഹ്ലോത്തിനെ തന്നെ ബീഹാറിൽ ഇറക്കി പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തി ഇത്തരത്തിലൊരു പരിഹാര ഫോർമുലയിലേക്ക് എത്തിയത്. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടുകൂടി അസ്വാരസ്യങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് മഹാസഖ്യം ക്യാമ്പിന്. പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഫുൾ ഫ്ലോയിൽ ആയിട്ടില്ല. 27-ാം തീയതിക്ക് ശേഷമാകും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളടക്കം ബീഹാറിലെത്തി പ്രചരണ സജീവമായി പങ്കെടുക്കുക. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ളവർ ബീഹാറിൽ എത്തും. വിവിധ പൊളിറ്റിക്കൽ പരിപാടികളിൽ, പ്രത്യേകിച്ച് റാലികളിലടക്കം അവർ ഒന്നിച്ച് പങ്കെടുക്കുകയും ചെയ്യും. 28-ാം തീയതി മഹാസഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആ പ്രകടന പത്രികയിൽ ജനപ്രിയ വാഗ്ദാനങ്ങളും ഉണ്ടാകും. നേരത്തെ നമ്മൾ പല ഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. 200 യൂണിറ്റിന് താഴെ വൈദ്യുതി സൗജന്യം, അതോടൊപ്പം തന്നെ 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, ഓരോ വീട്ടിലും ഒരാൾക്ക് സർക്കാർ ജോലി. അത്തരത്തിൽ വലിയ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും. റൈറ്റ്, വി ആർ കാർത്തികാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.